ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിരോം പി എസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഷോർട്ട് കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ ചലച്ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം പായൽ കപാഡിയ. ഓർത്തുവയ്ക്കുക, 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ ചലച്ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം പായൽ കപാഡിയ. നെക്സ്റ്റ്, 66ാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെൻറ്റ്. 66ാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമാണ് ദിസ് മൊമെൻറ്റ്. നെക്സ്റ്റ്, രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ്? ഇമ്രാൻ ഖാൻ. രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻ ഖാൻ. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗതക്കുരുക്കുള്ള നഗരം ഏതാണ്? ലണ്ടൻ. ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗതക്കുരുക്കുള്ള നഗരമാണ് ലണ്ടൻ. ഇന്ത്യയിലെ ഏറ്റവും അധികം ഗതാഗതക്കുരുക്കുള്ള നഗരമാണ് ബംഗളൂരു. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് അതായത് COP30 വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. ബ്രസീലിലെ ബലം എന്ന സ്ഥലമാണ് വേദിയാകുന്നത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ബ്ലൂംബെർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസ്. ഓർത്തുവയ്ക്കുക, ബ്ലൂംബെർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസ്. നെക്സ്റ്റ്, ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക്. ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏതാണ്? സ്വീഡനാണ്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. നെക്സ്റ്റ്, ലോകത്തിലെ ആദ്യ 3D പ്രിൻറ്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം സൗദി അറേബ്യ. ലോകത്തിലെ ആദ്യ 3D പ്രിൻറ്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യമാണ് സൗദി അറേബ്യ. നെക്സ്റ്റ്, ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ്. ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് ഫിൻലാൻഡ്. നെക്സ്റ്റ്, ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ. 143 രാജ്യങ്ങളിൽ ഏറ്റവും അവസാന സ്ഥാനമാണ് അഫ്ഗാനിസ്ഥാന് ലഭിച്ചിട്ടുള്ളത്. ഓർത്തുവയ്ക്കുക. ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം ഫിൻലാൻഡ്, ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം ഫിൻലാൻഡ്, ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യയുടെ സ്ഥാനം 126. നെക്സ്റ്റ്, 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഓപ്പൺഹൈമർ. 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമറാണ്. നെക്സ്റ്റ്, 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫി. ഓപ്പൺഹൈമർ എന്ന സിനിമയിൽ അഭിനയിച്ചതിനാണ് കിലിയൻ മർഫിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക. 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ. 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫി. ഓപ്പൺഹൈമറിൽ അഭിനയിച്ചതിനാണ് കിലിയൻ മർഫിക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചതെന്ന് കൂടി ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? എമ്മ സ്റ്റോൺ. 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എമ്മ സ്റ്റോൺ ആണ്. പുവർ തിങ്സ് എന്ന സിനിമയിൽ അഭിനയിച്ചതിനാണ് എമ്മ സ്റ്റോണിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ഓർക്കുക. നെക്സ്റ്റ്, 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൺഹൈമർ എന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് ക്രിസ്റ്റഫർ നോളന് ഈ ഒരു പുരസ്കാരം ലഭ്യമായത്. ഓക്കെ, ഓർത്തുവയ്ക്കുക. അപ്പോൾ 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ, മികച്ച നടൻ കിലിയൻ മർഫി, മികച്ച നടി എമ്മ സ്റ്റോൺ, മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ
അതിജീവനം. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം. നെക്സ്റ്റ്, BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടക. BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനമാണ് കർണാടക. നെക്സ്റ്റ്, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത്? വാഗമൺ. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ചില്ലുപാലം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ വാഗമൺ. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? പുന്നപ്രയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് പുന്നപ്രയിലാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം കാലം സാക്ഷി. സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് കാലം സാക്ഷി. നെക്സ്റ്റ്, കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഓർത്തുവയ്ക്കുക. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. രണ്ടാം സ്ഥാനം കേരളം. ഓർത്തുവയ്ക്കുക. രണ്ടാം സ്ഥാനം കേരളം. ഒന്നാം സ്ഥാനം ഗുജറാത്തും രണ്ടാം സ്ഥാനം കേരളവുമാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പാവോ നൂർമി ഗെയിംസിൽ ജാവലിൻ ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്ര. പാവോ നൂർമി ഗെയിംസിൽ ജാവലിൻ ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര. 85.97 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര ഈയൊരു നേട്ടം കൈവരിച്ചത്. ഓർത്തുവയ്ക്കുക. പാവോ നൂർമി ഗെയിംസിൽ ജാവലിൻ ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര. 85.97 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര സ്വർണം നേടിയത്. നെക്സ്റ്റ്, 2024 സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. ഓർത്തുവയ്ക്കുക. 2024 സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 109 ഓർക്കുക. അപ്പോൾ 2024 സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 109 ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ്. 2024 ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഐസ്ലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 116. നെക്സ്റ്റ്, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. നെക്സ്റ്റ്, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും പാറയും പൊടിയുമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ചാങ് E6 എന്ന പേടകം ഏത് രാജ്യത്തിൻ്റേതാണ്? ചൈനയുടേതാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും പാറയും പൊടിയുമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ചാങ് E6 എന്ന പേടകം ഏത് രാജ്യത്തിൻ്റേതാണ്? ചൈനയുടേത്. നെക്സ്റ്റ്, 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ്. 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരമാണ് PR ശ്രീജേഷ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? നിർമ്മല സീതാരാമൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമൻ. മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തകർത്തത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1930. 1930. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. 1930. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി ആരാണ്? സോജൻ ജോസഫ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ്. നെക്സ്റ്റ്, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും പ്രമുഖ ആയുർവേദ ചികിത്സകനുമായ ഡോക്ടർ PK വാര്യരുടെ ജീവിതം പ്രമേയമാക്കി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല തയ്യാറാക്കിയ പുസ്തകം മായാത്ത ഓർമ്മകൾ. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും പ്രമുഖ ആയുർവേദ ചികിത്സകനുമായ ഡോക്ടർ PK വാര്യരുടെ ജീവിതം പ്രമേയമാക്കി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല തയ്യാറാക്കിയ പുസ്തകമാണ് മായാത്ത ഓർമ്മകൾ. ഡോക്ടർ PK വാര്യരുടെ ആത്മകഥയാണ് സ്മൃതിപർവം. ഓർത്തുവയ്ക്കുക. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല
ഡോക്ടർ പി കെ വാര്യരുടെ ജീവിതം പ്രമേയമാക്കി തയ്യാറാക്കിയ പുസ്തകമാണ് മായാത്ത ഓർമ്മകൾ. ഡോക്ടർ പി കെ വാര്യരുടെ ആത്മകഥയാണ് സ്മൃതിപർവം. ഓക്കെ, നെക്സ്റ്റ്, അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ്? കതിരവൻ. അയ്യങ്കാളി, അതായത് നവോത്ഥാന നായകനായ അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ രാജാണ്. ഓക്കെ, അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. സംവിധാനം അരുൺ രാജ്. അയ്യങ്കാളിയായി വേഷമിടുന്ന നടൻ ആരാണ്? മമ്മൂട്ടിയാണ്. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2030 പ്രവർത്തനം അവസാനിപ്പിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പൊളിക്കാനുള്ള കരാർ ലഭിച്ച സ്വകാര്യ സ്പേസ് കമ്പനി ഏതാണ്? സ്പേസ് എക്സ്. 2030 പ്രവർത്തനം അവസാനിപ്പിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പൊളിക്കാനുള്ള കരാർ ലഭിച്ച സ്വകാര്യ സ്പേസ് കമ്പനിയാണ് സ്പേസ് എക്സ്. സ്പേസ് എക്സ് എലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണെന്ന് കൂടി ഓർത്തുവയ്ക്കാം. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, 2024 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ്, 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മോഹൻലാൽ. 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ചലച്ചിത്ര നടൻ മോഹൻലാലാണ്. നെക്സ്റ്റ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ ഏതാണ്? സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. മറ്റൊരു പോയിന്റ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ ചൈനയുടെ ഷെൻഹുവ 15 എന്ന കപ്പലാണ്. ഓർത്തുവയ്ക്കുക, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ആദ്യ കപ്പലാണ് ഷെൻഹുവ 15. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ്, അതായത് യുണീക്ക് ഡിസബിലിറ്റി ID UDID നൽകുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി. ഓർത്തുവയ്ക്കുക, മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ്, അതായത് യുണീക്ക് ഡിസബിലിറ്റി ID അല്ലെങ്കിൽ UDID നൽകുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നഗരസഭ. നെക്സ്റ്റ്, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴ. ഓർത്തുവയ്ക്കുക, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദിയാണ് കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴ. 2ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ കരമനയാറാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-2024 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ കേരളവും ഉത്തരാഖണ്ഡും. ഓർത്തുവയ്ക്കുക, നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-2024 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളാണ് കേരളവും ഉത്തരാഖണ്ഡും. സെക്കൻഡ് തമിഴ്നാടും, തേർഡ് ഗോവയുമാണെന്ന് ഓർത്തുവയ്ക്കാം. നെക്സ്റ്റ്, ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വസ്ത്രം ഏതാണ്? റോബോട്ടിക് മെഡൂസ. ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വസ്ത്രമാണ് റോബോട്ടിക് മെഡൂസ. നിർമ്മിച്ചത് ക്രിസ്റ്റീന ഏണസ്റ്റാണ്. നെക്സ്റ്റ്, ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് എവിടെയാണ്? ബേപ്പൂർ. ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ. നെക്സ്റ്റ്, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജൻറ്റീനയാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളാണ് അർജൻറ്റീന. ഫൈനലിൽ കൊളംബിയയാണ് പരാജയപ്പെടുത്തിയത്. ഓർത്തുവയ്ക്കുക, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളാണ് അർജൻറ്റീന. ഫൈനലിൽ കൊളംബിയയാണ് പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ്, സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. നെക്സ്റ്റ്, സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂളുകൾ ഏതൊക്കെയാണ്? ഡിജി സ്മാർട്ടും കെല്ലിയും. ഓർത്തുവയ്ക്കുക, സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂളുകളാണ് ഡിജി സ്മാർട്ടും കെല്ലിയും. നെക്സ്റ്റ്, യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡൻ്റായി തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉർസുല വോണ്ടർ ലൈനാണ്. യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡൻ്റായി തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഉർസുല വോണ്ടർ ലൈൻ. നെക്സ്റ്റ്,
ശനിയെക്കുറിച്ചും അതിൻ്റെ വളയങ്ങളെക്കുറിച്ചും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? കാസിനി. ശനിയെക്കുറിച്ചും അതിൻ്റെ വളയങ്ങളെക്കുറിച്ചും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ദൗത്യമാണ് കാസിനി. നെക്സ്റ്റ്, ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ്റെ പേരിൽ സ്വർണ്ണ നാണയം പുറത്തിറക്കിയ ഫ്രഞ്ച് മ്യൂസിയം ഏതാണ്? പാരീസിലുള്ള ഗ്രേവിൻ മ്യൂസിയം. ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ്റെ പേരിൽ സ്വർണ്ണ നാണയം പുറത്തിറക്കിയ ഫ്രഞ്ച് മ്യൂസിയമാണ് പാരീസിലുള്ള ഗ്രേവിൻ മ്യൂസിയം. നെക്സ്റ്റ്, ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് 2020 ഭൂമിയിൽ എത്തിച്ച മണ്ണിലും പാറക്കഷ്ണങ്ങളിലും ജലതന്മാത്രകൾ അടങ്ങിയ ധാതു കണ്ടെത്തിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് 2020 ഭൂമിയിൽ എത്തിച്ച മണ്ണിലും പാറക്കഷ്ണങ്ങളിലും ജലതന്മാത്രകൾ അടങ്ങിയ ധാതു കണ്ടെത്തിയ രാജ്യമാണ് ചൈന.